നമസ്തേ. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ രാജ്യ തലസ്ഥാനത്ത് BJPക്ക് മുന്നേറ്റം പ്രവചിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾ. ആം ആദ്മി പാർട്ടി ഇഞ്ചോടിഞ്ച് പോരാടുമെന്ന് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുമ്പോൾ രാജ്യ തലസ്ഥാനം കോൺഗ്രസിനെ പൂർണ്ണമായും തടഞ്ഞിരിക്കുകയാണ്. ഡൽഹിയിലെ 70 മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം ശനിയാഴ്ചയാണ് പ്രഖ്യാപിക്കുക. കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ ഭരണത്തിന് നിറഞ്ഞ കയ്യടിയോ, അഴിമതിയുടെ കുത്തൊഴുക്കിൽ ആപ്പിന് അടിതെറ്റുന്നുവോ, കോൺഗ്രസിന് ജീവശ്വാസമെങ്കിലും കിട്ടുമോ? പ്രത്യേക ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് എന്നിവർ അതിഥികളായി ചേരുന്നു. ഒപ്പം വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ, ന്യൂസ് ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് എന്നിവരും നമ്മോടൊപ്പം ചേരും. അതിനു മുമ്പ് ഡൽഹിയിൽ നിന്നും S നന്ദഗോപൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഭൂരിഭാഗം എക്സിറ്റ് പോൾ ഫലങ്ങളും വ്യക്തമാക്കുന്നത് ഡൽഹിയിൽ BJP ഭരിക്കുമെന്നാണ്. ടൈംസ് നൗ സർവേയിൽ BJP 37 മുതൽ 43 സീറ്റുകൾ നേടുമെന്ന് സൂചിപ്പിക്കുമ്പോൾ ചാണക്യ 39 മുതൽ 44 സീറ്റുകൾ BJP വിജയം പ്രവചിക്കുന്നു. പോൾസ് ഓഫ് പോൾസ് നടത്തിയ സർവേയിൽ BJP 42 മുതൽ 50 സീറ്റുകൾ നേടുമെന്നും പീമാർക്ക് സർവേയിൽ BJP 39 മുതൽ 49 സീറ്റുകളും പോൾ ഡയറി 42 മുതൽ 50 സീറ്റുകളിലും BJP വിജയം പ്രവചിക്കുന്നു. വി പ്രസൈഡ് സർവേയിൽ BJP 18 മുതൽ 23 സീറ്റുകളിലേക്ക് ചുരുങ്ങുമെന്ന് വ്യക്തമാക്കുമ്പോൾ പീപ്പിൾസ് ഇൻസൈറ്റ് സർവേ വ്യക്തമാക്കുന്നത് BJP 40 മുതൽ 44 സീറ്റുകൾ നേടുമെന്നാണ്. മൈൻഡ് ബ്രിങ് സർവേയിൽ BJP 21 മുതൽ 25 സീറ്റുകൾ ഒതുങ്ങുമെന്നും സൂചിപ്പിക്കുന്നു. ഡൽഹിയിൽ ദുരന്തമൊഴിയുന്നു എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ എക്സിറ്റ് പോൾ ഫലങ്ങളോട് പ്രതികരിച്ചത്. ആം ആദ്മി പാർട്ടി ഭരണത്തിലേറില്ലെന്നാണ് മിക്ക സർവേ ഫലങ്ങളും ചൂണ്ടിക്കാട്ടുന്നത്. മാട്രിക്സ് സർവേ വ്യക്തമാക്കുന്നത് ആം ആദ്മി പാർട്ടി 32 മുതൽ 37 സീറ്റുകൾ നേടുമെന്നാണ്. അതേസമയം JVC സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ആം ആദ്മി പാർട്ടി 22 മുതൽ 31 സീറ്റുകളിൽ മാത്രം ചുരുങ്ങുമെന്നാണ്. പീമാർക്ക് സർവേയിൽ സൂചിപ്പിക്കുന്നത് ആം ആദ്മി പാർട്ടി 21 മുതൽ 31 സീറ്റുകൾ നേടുമെന്നാണ്. 18 മുതൽ 25 സീറ്റുകൾ പോൾ ഡയറി പ്രവചിച്ചപ്പോൾ വി പ്രസൈഡ് സർവേ വ്യക്തമാക്കുന്നത് 46 മുതൽ 52 സീറ്റുകൾ AAP നേടുമെന്നാണ്. 25 മുതൽ 28 സീറ്റുകളാണ് ആം ആദ്മി പാർട്ടിക്ക് ചാണക്യ പ്രവചിച്ചത്. 25 മുതൽ 29 സീറ്റുകൾ ആം ആദ്മി പാർട്ടി നേടുമെന്ന് പീപ്പിൾസ് ഇൻസൈറ്റ് സർവേയും വ്യക്തമാക്കുന്നു. അതേസമയം പുറത്തുവന്ന സർവേ ഫലങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് പരമാവധി കോൺഗ്രസിന് 2 സീറ്റുകൾ വരെ നേടാനാകുമെന്നാണ്. എന്നാൽ ഭൂരിഭാഗം സർവേ ഫലങ്ങളും കോൺഗ്രസ് സീറ്റുകളൊന്നും തന്നെ നേടില്ല എന്നും സൂചിപ്പിക്കുന്നു. ജനം, ഡൽഹി. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, പ്രധാനമായും ഏതൊക്കെ ഏജൻസികളാണ് BJPയുടെ വലിയ മുന്നേറ്റം പ്രവചിക്കുന്നത്? മറ്റ് സാധ്യതകൾ പ്രവചിക്കുന്ന ചാനലുകളും ഏതൊക്കെയാണ്? KP, ഏതാണ്ട് ഈ തെരഞ്ഞെടുപ്പ് വൈകിട്ട് 6 മണിക്ക് പൂർത്തിയായതിനു ശേഷം പിന്നീട് ഓരോ എക്സിറ്റ് പോളുകൾ പുറത്തേക്ക് വന്നു. ഇതിൽ ബഹുഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും രാജ്യ തലസ്ഥാനത്ത് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം 27 വർഷങ്ങൾക്ക് ശേഷം BJP സർക്കാർ രൂപീകരിക്കും എന്ന് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. മാട്രിക്സിന്റെ എക്സിറ്റ് പോള് വിശദീകരിക്കുന്നത് 39-നും 45-നും ഇടയിൽ സീറ്റുകൾ BJP നേടുമെന്നതാണ്. ആം ആദ്മി പാർട്ടിക്ക് പ്രവചിക്കുന്നത് 22 മുതൽ 31 സീറ്റുകൾ വരെ മാത്രമാണ്. പീപ്പിൾ ഇൻസൈറ്റ്, അതോടൊപ്പം തന്നെ ചാണക്യ സ്ട്രാറ്റജി, പീപ്പിൾസ് പൾസ്, പീമാർക്ക്, ഇത്തരത്തിൽ വിവിധ കേന്ദ്ര ഏജൻസികൾ ഒരുപോലെ BJPക്ക് 40 മുതൽ 44, അതുപോലെ തന്നെ 39 മുതൽ 44 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് കടന്നുകൊണ്ടുള്ള ഒരു വലിയ നമ്പറിലേക്ക് BJP ഒറ്റയ്ക്ക് എത്തും എന്ന് ഒരുപോലെ വിശദീകരിക്കുന്നു. എന്തായാലും ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ തീർച്ചയായും BJP ക്യാമ്പിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്. കാരണം ബഹുഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും BJPയുടെ വലിയ മുന്നേറ്റം, പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റം തന്നെ പ്രവചിക്കുന്നു. ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം ചുരുക്കം സർവേകൾ മാത്രമാണ് ഒരു തുടർ ഭരണത്തിനുള്ള സാധ്യതയെപ്പറ്റി വിശദീകരിക്കുന്നത്. ഭൂരിപക്ഷം സർവേകളും ആം ആദ്മി പാർട്ടിക്ക് പ്രവചിക്കുന്നത് 22-നും 31-നും ഇടയിലുള്ള സീറ്റുകളാണ്. അതിൽ പീപ്പിൾസ് പൾസ് പോലെയുള്ള ചില സർവേകൾ ആം ആദ്മി പാർട്ടി 10 മുതൽ 19 വരെ, അതായത് വളരെ ചെറിയൊരു മാർജിനിലേക്ക് AAP എത്തുമെന്നതും പറയുന്നുണ്ട്. പക്ഷെ ഇതിലെല്ലാം വളരെ ശ്രദ്ധേയം കോൺഗ്രസിന്റെ തകർച്ചയാണ്. 2015-ലും 2020-ലും കോൺഗ്രസിന് ഒരു സീറ്റ് പോലും വിജയിക്കാൻ ഡൽഹിയിൽ കഴിഞ്ഞിരുന്നില്ല. അതിന്റെ ഒരു തനിയാവർത്തനം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്ന് എക്സിറ്റ് പോളുകളും പറയുന്നുണ്ട്. കാരണം ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും കോൺഗ്രസിന് 0 തന്നെയാണ്. സംപൂജ്യരായി കോൺഗ്രസ് ഈ തവണയും ഒതുങ്ങേണ്ടി വരുമെന്ന പ്രവചനം നടത്തുന്നുണ്ട്. ചില എക്സിറ്റ് പോളുകൾ 1-2 സീറ്റ് കൂടി വന്നാൽ കോൺഗ്രസിന് ലഭിച്ചേക്കാം. അതായത് കോൺഗ്രസ് പാർട്ടിയുടെ മേൽവിലാസം പരിപൂർണമായി തന്നെ ഡൽഹിയിൽ നഷ്ടപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാകും പുറത്തു വരിക എന്നതാണ്
ഈ എക്സിറ്റ് പോളുകൾ പറയുന്നത്. എന്തായാലും ഈ എക്സിറ്റ് പോളുകളുടെ ആകെത്തുക തീർച്ചയായും BJP ക്യാമ്പിന് തന്നെ വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. എക്സിറ്റ് പോൾ ഫലം വന്നതിന് ശേഷം BJP നേതാക്കളാണ് കൂടുതലും പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ആം ആദ്മി ക്യാമ്പിൽ ഒരു നിശബ്ദത പടരുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ശനിയാഴ്ച ദിവസം രാവിലെ 8 മണിക്കാണ് ആരംഭിക്കുന്നത്. KP. യെസ്, ഡൽഹി നിന്നും ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിയത്. ഡോക്ടർ മോഹൻ വർഗീസ്, രാഷ്ട്രീയ നിരീക്ഷകൻ. ശ്രീ മോഹൻ വർഗീസ്, ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആത്മവിശ്വാസമാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ BJP ക്യാമ്പിന് നൽകിയിരിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ അടിതെറ്റിയ അവസ്ഥയിലാണ് ആം ആദ്മി പാർട്ടി. എന്നാൽ ചിത്രത്തിലേ ഇല്ലാത്ത ഒരു സാഹചര്യം ആവർത്തിക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ ഈ ഒരു ഫലങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു താങ്കൾ? എക്സിറ്റ് പോൾ ഫലങ്ങൾ പലപ്പോഴും ശരിയായിട്ടുണ്ട്, പമ്പേ പാളിപ്പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു എക്സിറ്റ് പോൾ ഫലം മഹാഭൂരിപക്ഷം ഏജൻസികളും പ്രൊജക്റ്റ് ചെയ്യുന്ന ചിത്രമനുസരിച്ച് ആം ആദ്മി പാർട്ടിയുടെ പ്രതീക്ഷകൾക്ക് ചെറിയ തോതിൽ മങ്ങലേറ്റു എന്നാണ് കാണുന്നത്. 44% വോട്ട് ഷെയറാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ശരാശരി. എല്ലാ എക്സിറ്റ് പോളുകളുടെയും ആവറേജ് നോക്കുമ്പോൾ 44%. അത് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച 54%-ൽ നിന്നും 10% താഴേക്ക് പോയിരിക്കുന്നു. അതേസമയം ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ട് ഷെയർ കുതിച്ചുയരുന്ന കാഴ്ചയാണ്. 40-ൽ താഴെ നിന്ന വോട്ട് ഷെയർ 35-36% നിന്ന വോട്ട് ഷെയർ 46%-ലേക്ക് കുതിച്ചുയരുന്ന കാഴ്ചയും കണ്ടു. അങ്ങനെ കേവലം 2% വ്യത്യാസമാണ് ഇവിടെ കാണുന്നത്. അത് സീറ്റുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു എഡ്ജ് കിട്ടും എന്ന രീതിയിലാണ് മിക്ക സർവേക്കാരും പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇവിടെ നിർണായകമാകാൻ സാധ്യതയുള്ള ഒരു ഘടകം കോൺഗ്രസ് പാർട്ടി, ഇന്ത്യയുടെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച 2020 ആണ്ടിലെ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച 4.2% വോട്ട് ഷെയർ ഇപ്രാവശ്യം 8%-ലേക്ക് ഉയരുന്നു. അപ്പോഴും യാതൊരു സീറ്റും കിട്ടുമെന്ന പ്രതീക്ഷയില്ല. 8% ഒരിക്കലും ഒരു വിന്നബിൾ സീറ്റില്ല. അപ്പം കോൺഗ്രസ് ഇപ്പോഴും സംപൂജ്യരായി മാറാനുള്ള സാധ്യതയാണ്. 1 സീറ്റോ 2 സീറ്റോ ഒക്കെയാണ് പരമാവധി എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. ചില എക്സിറ്റ് പോളുകളിൽ കോൺഗ്രസിൻ്റെ കോളത്തിൽ 0 തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന് 4%-ൽ നിന്നും 8%-ലേക്ക് വേണമെങ്കിൽ പറയാം 100% ഡബിൾ ആയി മാറുകയാണ്. ആ വോട്ട് സ്വാഭാവികമായും ആം ആദ്മി പാർട്ടിക്ക് ഒരു സഖ്യമുണ്ടായിരുന്നുവെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് പോകാവുന്ന വോട്ടുകളാണ് ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ 4 വോട്ടുകൾ. അപ്പോൾ കോൺഗ്രസിന് വിജയിക്കാൻ സാധിക്കുന്നില്ല, ആം ആദ്മി പാർട്ടി പരാജയപ്പെടുകയും ചെയ്യുന്നു എന്ന ഒരു ആരിത്തമെറ്റിക്സ് ഇതിനകത്ത് വേണമെങ്കിൽ സൂചിപ്പിക്കാം. ഡൽഹിയുടെ 70 മണ്ഡലങ്ങളിൽ 17 മണ്ഡലങ്ങൾ കോൺഗ്രസ് പാർട്ടി ഒരു ഫൈറ്റിംഗ് ചാൻസ് ഉള്ള മണ്ഡലങ്ങളായി കരുതിയിരുന്നു. അതിൽ തന്നെ 11 മണ്ഡലങ്ങൾ ന്യൂനപക്ഷ മേധാവിത്വമുള്ള അല്ലെങ്കിൽ നിർണായകമായ മുസ്ലിം ന്യൂനപക്ഷ പ്രാതിനിധ്യമുള്ള സ്ഥലങ്ങളാണ്. അതിൽ ഏതാനും സീറ്റുകൾ കോൺഗ്രസ് പ്രതീക്ഷ വെച്ചിരുന്നതുമാണ്. അവിടെ ഒരുപക്ഷെ മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾ, വോട്ടർമാർ ഒരു ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരായി ഒരു ടാക്റ്റിക്കൽ വോട്ടിങ്ങിലേക്ക് നീങ്ങുകയും ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കാണുന്ന നമ്പേഴ്സ് വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് മുസ്ലിം വോട്ട്, ന്യൂനപക്ഷ വോട്ട് ചെറിയ തോതിൽ ചിതറിയിട്ടുണ്ട്. അതൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. പക്ഷേ അതിനും ഉപരിയായി ഒരു അടിസ്ഥാന കാരണം ഈ ഫലത്തിൽ, ഈ ഫലസൂചനകളിൽ അടിസ്ഥാനപരമായ ഒരു ഘടകം കാണുന്നു. അതാണ് കഴിഞ്ഞ ബജറ്റിൽ കണ്ട, നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ ആഴ്ച അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ കണ്ട സർജിക്കൽ സ്ട്രൈക്ക്. അതായത് മധ്യവർഗത്തിന് ഒന്നാകെ കയ്യിലെടുക്കുന്ന, നാളിതുവരെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഇത്രയും വലിയൊരു കൺസെഷൻ മധ്യവർഗത്തിന് കൊടുത്തിട്ടില്ല. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഒരു സ്ട്രാറ്റജി കൃത്യമായി വിജയം കണ്ടു. അതായത് മധ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യമായി ആ ഒരു ബജറ്റിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. നിർമ്മലാ സീതാരാമൻ സൂചിപ്പിച്ചതുപോലെ തന്നെ, പ്രധാനമന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മധ്യവർഗ ഭാരതം, ആ മധ്യവർഗങ്ങൾ കൂടുതലുള്ള ഒരു ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ആ ഭാരതത്തിൻ്റെ അവർ അഴിമതിക്ക് എതിരാണ്, അവർ സുജനപക്ഷപാതത്തിനെതിരാണ്. എല്ലാം നേരായ രീതിയിൽ കൊണ്ടുപോകണം, നേരായ രീതിയിൽ നടന്നു പോകണമെന്ന് കരുതുന്ന ഒരു വിഭാഗം, ആ മധ്യവർഗത്തിൻ്റെ വോട്ടുകളൊക്കെയും സ്വരൂപിക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. അവിടെ ഞാനിത് വ്യക്തമാക്കാൻ കാരണം, അഴിമതിയിൽ ആകെ അവതാളത്തിലായ ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. അവിടെയാണ് ഈ അഴിമതിക്ക് എതിരെ നിൽക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കെടുകാര്യസ്ഥതയ്ക്ക് എതിരെ നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ വിശ്വാസം ആർജിക്കാൻ മോദി സർക്കാരിന് സാധിച്ചിരിക്കുന്നത്. അതിൻ്റെ കൃത്യമായ ഒരു പ്രതിഫലനം തന്നെയാണ് മധ്യവർഗം ഏറെ അധിവസിക്കുന്ന ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഈ ചിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നത്, അല്ലേ? തീർച്ചയായും മധ്യവർഗത്തിന് നിർണായകമായ സ്വാധീനമുള്ള
ഒരിടമാണ് ഡൽഹി. ഒരിടമെന്നല്ല, ഇന്ത്യയിൽ കൃത്യമായ മധ്യവർഗത്തിന് ഒരു നിർണായക സ്വാധീനമുള്ള ഏറ്റവും പ്രധാന ഇടം തന്നെയാണ് ഡൽഹി. അവിടെ ഗവൺമെൻറ് ജീവനക്കാർ, അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ജീവനക്കാരും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും കൃത്യമായ മാസ ശമ്പളം ലഭിക്കുന്ന ആളുകളുമെല്ലാം ഒരു മാസം 1 ലക്ഷം രൂപ വരെ വരുമാനം, അതായത് വാർഷിക വരുമാനം 12 ലക്ഷം, അതോടൊപ്പം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഒരു 75,000 കൂട്ടുമ്പോൾ 12,75,000 രൂപ വരെ വരുമാനമുള്ള ശമ്പളക്കാരും അല്ലാത്തവരും പൂർണ്ണമായി നികുതി ബാധ്യതയിൽ നിന്നും ഒഴിവാകുന്നു എന്ന് പറയുമ്പോൾ ന്യായമായും അതിൻ്റെ ചൂടാറുന്നതിന് മുൻപ് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു താങ്ക്സ് ഗിവിംഗ് അനിവാര്യമായ ഒരു കാര്യമാണ് എന്നൊരു പക്ഷേ മധ്യവർഗം വിധി എഴുതിയിരിക്കാം. അത് ഡൽഹിയിൽ നിന്നും തുടങ്ങിയല്ലേ? ഡൽഹിയിൽ നിന്ന് തുടങ്ങി. കാരണം ഇവിടെ ഡൽഹിയെ പലപ്പോഴും കേന്ദ്ര ബഡ്ജറ്റിനെതിരെ വന്ന, ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിനെതിരെ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ബഡ്ജറ്റിൻ്റെ പോരായ്മകളെക്കുറിച്ചല്ല, ഇത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബഡ്ജറ്റാണ് എന്ന രീതിയിലാണ് പ്രതിപക്ഷ കക്ഷികൾ ആരോപിച്ചിരിക്കുന്നത്. ഡൽഹി മാത്രമല്ല, ഇന്ത്യ എന്നറിയാമല്ലോ, ഇന്ത്യ എല്ലാവർക്കും ബാധകമാകുന്ന നികുതി നിർദ്ദേശങ്ങളാണ് നൽകിയത്. പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് അളക്കുന്നത് ഡൽഹിയാണ്. അതുമാത്രമല്ല, ഒരു ഫ്രീ ബി പോളിറ്റിക്സ് ഒരു പരിധിവരെ അത് ഇന്ത്യയിൽ ഡബിൾ വിജയകരമായി നടപ്പാക്കിയത് കേജ്രിവാളാണ്. ആ ഒരു ഫ്രീ ബി പോളിറ്റിക്സ് അതിൽ നിന്നൊരു ചിന്തി എടുത്തുകൊണ്ടാണ് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ തോതിലുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങി നിൽക്കാൻ കഴിയുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ കഴിഞ്ഞത്. അതിനുള്ള മാൻഡേറ്റാണ് ഹരിയാന, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങൾ ലഭിച്ചതും. അത് ഡൽഹിയിലും BJP ആവർത്തിക്കുകയാണ്. ആദ്യം തന്നെ ഈ ഒരു മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റി തകരും എന്ന ഒരു ഭയത്താൽ ആദ്യകാലങ്ങളിൽ ഒരു 10 പതിറ്റാണ്ട് മുമ്പ് BJP മടിച്ചു നിന്നൊരു കാര്യമാണ് ഫ്രീ ബി പോളിറ്റിക്സ്. പക്ഷേ BJP ആ ഒരു റെജിമെൻറ്റിലേക്ക് വരുന്നൊരു കാഴ്ച വിജയകരമായി മറ്റ് സംസ്ഥാനത്ത് നടപ്പാക്കിയെടുത്ത ഒരു മാതൃക ഡൽഹിയിലും പറഞ്ഞു. കേജ്രിവാൾ പറഞ്ഞു 2,100 രൂപ ഓരോ സ്ത്രീയുടെയും, ഒരു പാവപ്പെട്ട ഓരോ സ്ത്രീകളുടെയും അക്കൗണ്ടിൽ 2,100 രൂപ. BJP അത് 2,500 പറയുകയാണ്. അപ്പോൾ അതിന് കൗണ്ടറായി കേജ്രിവാൾ പറയുന്നു, ഞാൻ എൻ്റെ ഭരണകാലത്ത് നിങ്ങളുടെ ഗാർഹിക ബഡ്ജറ്റിൽ 35,000 രൂപയുടെ വരെ കുറവ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഫ്രീ ഇലക്ട്രിസിറ്റി, ഫ്രീ വാട്ടർ സപ്ലൈ, ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ എന്ന് വേണ്ട ഹെൽത്ത് കെയർ ബെനിഫിറ്റ്സ് എന്ന് വേണ്ട സകല കാര്യങ്ങളും. അപ്പോൾ സ്ഥിതിവിവരക്കണക്കുകളുടെ സഹായത്തോടു കൂടി BJP അതിനെ കൗണ്ടർ ചെയ്യുന്ന കാഴ്ചയും കണ്ടു. അതുകൊണ്ട് ഈ 2-3 പ്രാവശ്യം അടുപ്പിച്ച മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയ കേജ്രിവാളിന് 4-ാം ഊഴത്തിൽ കാലിടറുന്ന കാഴ്ചയാണോ കാണുന്നത് എന്ന് സാഗൂതം നമുക്ക് നോക്കിക്കാണണം. അതിനോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും വലിയ ബലമെന്ന് പറയുന്നത് ഫ്രീ ബി പോളിറ്റിക്സ് ആയിരുന്നില്ല, അഴിമതി വിരുദ്ധതയുടെ കവച കുണ്ഡലങ്ങൾ ധരിച്ച് യുദ്ധസജ്ജരായി ഇറങ്ങിയ ആം ആദ്മി പാർട്ടി ഇന്ന് എവിടെ പോയി ആ കുണ്ഡലങ്ങൾ, എവിടെ പോയി ആ ഒരു കവചം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അഴിമതിയുടെ കറ പുരണ്ടു. ആ സംശയം കേജ്രിവാളിന് നേരെയും കേജ്രിവാളിന്റെ പാർട്ടിയിലെ ഉന്നത നേതാക്കൾക്കെതിരെ നീളുന്നു. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് തന്നെയായിരിക്കാം ആം ആദ്മിയെ സംബന്ധിച്ചാലും ഏറ്റവും വലിയ തിരിച്ചടിയായത്. BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു നമ്മോടൊപ്പം ചിരിക്കുകയാണ്. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, വലിയ മുന്നേറ്റമാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. ഏതാണ്ടെല്ലാം ഭൂരിപക്ഷം പ്രവചനങ്ങളും BJPയുടെ മുന്നേറ്റമാണ് പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ. ചില ഏജൻസികൾ മാത്രമാണ് ആം ആദ്മി പാർട്ടി അധികാരം നിലനിർത്തുമെന്ന് പറയുന്നത്. പക്ഷേ ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും വ്യക്തമാക്കുന്ന ഒരു കാര്യം, കോൺഗ്രസിന് പഴയ അവസ്ഥയിൽ നിന്നും കരകയറാൻ സാധിക്കില്ല എന്നാണ്. BJP എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? അല്ല, ഇതിനകത്ത് സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലം വരുന്നതിന് മുൻപ് തന്നെ BJPയുടെ രാഷ്ട്രീയ വിലയിരുത്തൽ എന്ന് പറയപ്പെടുന്നത് ആം ആദ്മി പാർട്ടി പരിപൂർണമായി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തള്ളിക്കളയുമെന്നുള്ളതാണ്. അതിന് കാരണം എന്ന് പറയപ്പെടുന്നത് വെറുതെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളല്ല BJP വിലയിരുത്തിയത്. 2 കാര്യങ്ങളാണ്. 2 ടേം ആം ആദ്മി പാർട്ടി ഭരിക്കുന്നു. സ്വാഭാവികമായിട്ട് ആം ആദ്മി പാർട്ടി ഉന്നയിച്ച വിഷയം എന്തായിരുന്നു? അവിടുത്തെ അടിസ്ഥാന വർഗ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറയപ്പെടുന്ന ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്തവർ വന്നുവെങ്കിൽ തന്നെ അടിസ്ഥാന വർഗ ആളുകളുടെ ഒരു രക്ഷകനായിട്ടാണ് കേജ്രിവാൾ വാക്കാൽ അവതരിച്ചത്. പക്ഷെ അവിടെ നിന്ന് കാലങ്ങൾക്ക് ശേഷം ഇത്ര വർഷം ഒരു ഭരണ സംവിധാനത്തിൽ, പ്രത്യേകിച്ച് ഡൽഹിയിൽ കേജ്രിവാൾ ഭരിച്ചതിന് ശേഷം ഇത്ര കാലമായിട്ടും ഇന്നും ഡൽഹിയുടെ ചേരികളിൽ അല്ലെങ്കിൽ ഡൽഹിയുടെ ഉൾവഴികളിൽ പോയി നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ദയനീയതയുടെ ഏറ്റവും വലിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സാധാരണക്കാരായിട്ടുള്ള റിക്ഷാവാല വലിക്കുന്ന ആളുകൾ, സ്വാഭാവികമായി റിക്ഷാവാലകൾ, അതേപോലെ തന്നെ ചെറിയ ചെറിയ കച്ചവടം ചെയ്യുന്നവരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങൾ കണ്ടാൽ
അവിടുത്തെ മലിനമായിട്ടുള്ള ഏരിയകൾ കണ്ടാൽ പൊല്യൂട്ടഡ് ആക്കിയിരിക്കുന്നു ഡൽഹിയെ എന്നുള്ളതാണ്. അതിന് സ്റ്റേറ്റ് സർക്കാർ എന്ന രീതിയിൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, എന്തായിരുന്നോ ഇവർ ഉന്നയിച്ച വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ വിഷയങ്ങൾ എന്നുള്ളത്, ഫ്രീ ഇലക്ട്രിസിറ്റി മേടിക്കുന്ന അല്ലെങ്കിൽ ഫ്രീ വെള്ളം കൊടുക്കുന്നു എന്ന് പറയപ്പെടുന്നതിൽ മാത്രമായി അവരുടെ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അടിസ്ഥാന വർഗത്തിനെ ഉയർത്തുന്നതിലാണ് ഒരു ഭരണ കർത്താക്കൾക്ക് എപ്പോഴും നൈപുണ്യം വേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഭരിക്കുന്നവന്റെ തന്ത്രമാണ് ഭരിക്കപ്പെടുന്നവൻ അറിവിൽ നിന്നും വികസനത്തിൽ നിന്നും മാറി നിർത്തുക എന്നുള്ളത്. പക്ഷെ അങ്ങനെയാകരുത്. ഭരിക്കുന്നവന്റെ തന്ത്രം എന്ന് പറയപ്പെടുന്നത് ഭരിക്കപ്പെടുന്നവനെ കൃത്യമായിട്ടുള്ള സൗകര്യങ്ങൾ കൊടുത്ത് പിന്നോക്ക വിഭാഗത്തിൽ നിന്നും മുന്നോക്ക വിഭാഗത്തിലേക്കും അൺഡെവലപ്ഡിൽ നിന്ന് ഡെവലപ്ഡിലേക്കും അവനെ മാറ്റി ചിന്തിക്കാനും അവനെ വളർത്തിയെടുക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിലാണ് നൈപുണ്യമുള്ള ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു അധികാരി എപ്പോഴും പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ്. എന്താണ് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കേന്ദ്ര സർക്കാർ ശ്രീ ബഹുമാന്യായിട്ടുള്ള നിർമ്മലാ സീതാരാമന്റെ ബഡ്ജറ്റിനകത്ത് മധ്യവർഗത്തിനും അടിസ്ഥാന വർഗത്തിനും കൂടുതൽ ഊന്നൽ കൊടുത്തത്? അത് ഡൽഹിയുടെ രാഷ്ട്രീയമാണ് എന്ന് പലരും പറഞ്ഞു. ഡൽഹിയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണെന്ന് പറഞ്ഞു. എന്തിന് 2 ലക്ഷം രൂപയിൽ നിന്ന് UPA സർക്കാർ ഭരിക്കുന്ന 2 ലക്ഷം രൂപയിൽ നിന്ന് 12 ലക്ഷം രൂപയിലേക്ക് കേന്ദ്ര സർക്കാർ ആ തീരുമാനം എടുത്തുവെങ്കിൽ ഒരു വലിയ തീരുമാനമാണ്. അത് മധ്യവർഗത്തിന്, അത് അടിസ്ഥാന വർഗത്തിന് കൂട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനമാണ്. അത് സ്കൂൾ തലങ്ങളിൽ കൊടുക്കുന്ന ഇന്റർനെറ്റ് ഫെസിലിറ്റി അടക്കമുള്ള, ജില്ലാ ആശുപത്രിയിൽ കൊടുക്കുന്ന ക്യാൻസർ ഫെസിലിറ്റി അടക്കമുള്ള, കർഷകന്റെ പ്രയാസങ്ങൾ അടക്കമുള്ള ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന്, സ്റ്റാർട്ടപ്പ് പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന്, മുദ്രാ ബാങ്ക് പദ്ധതി അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്, വനിതകൾക്ക് സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിച്ചതിന്, ആദിവാസി സമൂഹത്തിന് കൊടുത്ത സ്പെഷ്യൽ പാക്കേജ് ആയിക്കോട്ടെ, മത്സ്യബന്ധന മേഖലയിൽ കൊടുത്ത കാര്യങ്ങളായിക്കോട്ടെ, റെയിൽവേ പദ്ധതികൾ നടപ്പിലാക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയപ്പെടുന്നതിന്റെ മുഖ്യധാരയിൽ അവർ ആരെ കണ്ട് ബഡ്ജറ്റ് തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ മധ്യവർഗത്തിനെയും അടിസ്ഥാന വർഗത്തിന്റെയും ജീവിത സാഹചര്യങ്ങൾക്ക് അനുസൃതമായി അവർക്ക് ഉപകാരപ്രദമാകുന്ന ബഡ്ജറ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ്. അതിനൊരു മാർക്ക് എന്തായാലും ഡൽഹിയിൽ ഉണ്ടാവും. പിന്നെ 10 വർഷക്കാലം ഇദ്ദേഹത്തെ വിശ്വസിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ മധ്യനായ അഴിമതി ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ മറ്റ് ആഡംബര വീട് പണിയുന്ന കാര്യമായിക്കോട്ടെ, പറഞ്ഞ വാക്കിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് പ്രവർത്തനം ബൈപ്പാസ് ചെയ്ത് കൊണ്ടുപോകുന്ന ശൈലി ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ മന്ത്രിമാരടക്കം രാഷ്ട്രീയ നേതാക്കന്മാരടക്കം സുഖലോലിപതയുടെ ജീവിത ശൈലിയിലേക്ക് മാറിയ വിഷയങ്ങളൊക്കെ ചർച്ചയാവും. അതിന് ഒരു കൈക്കൂലി പോലെ നിങ്ങൾക്ക് വെള്ളവും തന്നില്ലേ, നിങ്ങൾക്ക് വെളിച്ചവും തന്നില്ലേ, അത് കാശും മേടിച്ചില്ലല്ലോ എന്ന് പറയുന്നതിലല്ല അവരുടെ രാഷ്ട്രീയം ഇരിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാനുള്ള പ്രയത്നമാണ് BJP നടത്തിയത്. എന്നിട്ട് നോക്കൂ, യമുനയിൽ, ഹരിയാനയിൽ നിന്ന് യമുന നദിയിൽ പൊല്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനകത്ത് വിഷം കലക്കി എന്ന് വരെ അയാൾ പറഞ്ഞു. എന്ത് മോശകരമായ സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു നേതാവിൽ നിന്നുണ്ടായത്. അവിടെയൊക്കെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പക്വമായ നിലപാടെടുത്തത് കൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ BJPക്ക് വലിയ കുതിപ്പുണ്ടായത്. എന്തൊക്കെ ഇവർ ചെയ്ത് കാണിച്ചിട്ട് പോലും ഒരു കാരണവശാലും ആം ആദ്മി പാർട്ടിയുടെ കൂടെയോ കോൺഗ്രസിന്റെ കൂടെയോ ഡൽഹിക്കാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നില്ല. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർക്ക് മുൻപേ പറ്റിയത് പരിപൂർണമായി തെറ്റായിരുന്നു എന്ന വിലയിരുത്തലിന് ശേഷം പരിപൂർണമായി BJPയിലേക്ക് അവർ ഷിഫ്റ്റ് ഉണ്ടാകും. ആ വോട്ട് ഷിഫ്റ്റ് പരിപൂർണമായി സംഭവിച്ചിട്ടുണ്ടാകുമെന്നാണ് BJP വിശ്വസിക്കുന്നത്. അത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ അതിന്റെ ഒരു സൂചന തരുന്നു എന്ന് മാത്രം. എന്തായാലും 8-ാം തീയതിയാണല്ലോ തെരഞ്ഞെടുപ്പിൽ. എപ്പോഴും ശുഭാപ്തി വിശ്വാസത്തിനാണ് സ്ഥാനം. ആ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി 8-ാം തീയതി ഞങ്ങൾ കാത്തിരിക്കുന്നു. 8-ാം തീയതി ആ ശുഭാപ്തി വിശ്വാസം യാഥാർത്ഥ്യത്തിലേക്കാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. യെസ്, ഐസൻ ജോസ്, അത് തന്നെയാണ് 8-ാം തീയതിയാണ് ജനവിധി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ വ്യക്തമാകുന്നത്. ഇവിടെ നമുക്കറിയാം, ഈ ഡൽഹിയുടെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ഏറെ കൗതുകകരമായൊരു വസ്തുതയുണ്ട്. ഒന്ന്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെയും BJPയെ കൂട്ടുചേരുന്ന അല്ലെങ്കിൽ BJPയുടെ കൂടെ നിൽക്കുന്ന സമ്പ്രദായകർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആം ആദ്മിക്കൊപ്പം നിൽക്കുന്ന 2 വട്ടവും അത്തരത്തിലുള്ളൊരു ചിത്രം കണ്ടു. പക്ഷേ ആ ഒരു രാഷ്ട്രീയ ചിത്രം അപ്പാടെ മാറുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനല്ലേ? സുരേഷ്, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ആ ഒരു സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് അതിനെ പല ഘടകങ്ങളുണ്ട്. നേരത്തെ മോഹൻ സാർ പറഞ്ഞതുപോലെ തന്നെ ഉള്ള ചില ഘടകങ്ങൾ. പ്രധാന ഘടകമുള്ളത് അത് ഈ ഫ്രീബി പൊളിറ്റിക്സിൻ്റെ ഭാഗത്ത് നിന്നും കുറേ കൂടി റിയലിസ്റ്റിക്കായ ഒരു പൊളിറ്റിക്സിലേക്ക് അവർ മാറി എന്നത് അതൊരു യാഥാർത്ഥ്യബോധത്തോടെയുള്ളൊരു ചിന്ത തന്നെയാണ്. മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് നിയമപരമായ ഈ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അഴിമതിയുടെ വിഷയം തന്നെയാണ് എന്നതും ഒരു യാഥാർത്ഥ്യം കൂടിയായി നിലനിൽക്കുന്നുണ്ട് എന്നതൊരു മറ്റൊരു വസ്തുതയാണ്. അഴിമതിയില്ലാത്ത ഒരു ഭരണ സംവിധാനം രാജ്യത്തിന് 10 കൊല്ലം കാഴ്ചവെച്ച ഒരു പ്രധാനമന്ത്രി
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ തട്ടകം കൂടിയായ അല്ലെങ്കിൽ പ്രധാനമന്ത്രി തൻ്റെ പ്രവർത്തന മേഖല കൂടിയായ ഓഫീസൊക്കെയുള്ള പ്രദേശത്ത് കൂടി കൃത്യമായി വന്ന് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പറയുന്നു എന്ന് പറയുമ്പോൾ ആ ആശയം കൃത്യമായി ഉൾക്കൊള്ളാൻ സാധിക്കുന്നു ജനതയ്ക്ക് എന്നത് തെളിവ് തന്നെയാണ്. നമുക്കറിയാം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും 7 സീറ്റുകൾ പ്രധാനമന്ത്രിക്ക് 7 സീറ്റ് MP-മാരെ നൽകിയ ഒരു പ്രദേശം കൂടിയാണ് ഡൽഹി. അതിൻ്റെ ആ ഒരു എന്താണ് പറയുക, ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസി അതുപോലെ നിലനിന്നിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം വളരെ ചെറിയൊരു കാലഘട്ടം മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്, മാസങ്ങൾ മാത്രം കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ ആ ഒരു ട്രെൻഡ് അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുപോലെ തന്നെ മറ്റു പല വിഷയങ്ങളും ഈ കൗതുകത്തോടെ നിരീക്ഷിക്കേണ്ട ചില വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ കൂടി കൃത്യമായി നമുക്ക് മോഹൻ സാറിനൊക്കെ അത് നിർവചിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ട്. ആം ആദ്മി പാർട്ടിക്ക് ബദലായി ആം ആദ്മി പാർട്ടി വലിയ നേട്ടമുണ്ടാക്കുന്നു, കൃത്യമായ നീക്കങ്ങളുണ്ടാക്കുന്നു. അത് വലിയ തോതിൽ 65-ലേറെ സീറ്റുകളൊക്കെ നേടി 2ാം തവണയും അധികാരത്തിലെത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും അത് പിന്നോട്ട് പോകുമ്പോൾ അവിടെ റീപ്ലേസ് ചെയ്യുന്നതിനെ നേരത്തെ ഉണ്ടായിരുന്ന ഗ്രാൻഡ് ഓൾഡ് പാർട്ടിക്ക് സാധിക്കുന്നില്ല. അത് സാധിക്കാതെ തന്നെ പോകുന്നു എന്ന ഒരു വലിയ വിഷയം നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കൃത്യമായി ബി ജെ പിയുടെ ഒരു മുന്നേറ്റം അവിടെ സാധിക്കുന്നുണ്ട് എങ്കിൽ കൂടി ഈ INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, വീണ്ടും പുറകോട്ട് പോകുന്നു. ഈ തവണയും അതായത് നമുക്കറിയാവുന്നതാണ് 6.5% മുതൽ 8% വരെ വോട്ട് ഷെയർ ലഭ്യമാകാനുള്ളൊരു സാധ്യത മാത്രമാണ് കോൺഗ്രസ്സിനുള്ളത് എന്ന് പറയുമ്പോൾ വിന്നബിൾ സീറ്റ് ലഭ്യമാകുന്ന ഒരു ഭൂരിപക്ഷത്തിനോ അല്ലെങ്കിൽ ഒരു വോട്ട് ഷെയറിനോ സാധ്യതയില്ല എന്ന് പറയുമ്പോൾ ഒരു പാർട്ടി കാണെ ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുന്നു, അത് തീർത്തും ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുന്നു എന്ന രാഷ്ട്രീയ പ്രസക്തമായ ഒരു രാഷ്ട്രീയം അവിടെ നിലനിൽക്കുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയും അതുപോലെ തന്നെ BJPയുമാണ് ഇപ്പോൾ പ്രധാന പ്ലെയേഴ്സ് എന്നൊരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ പൂർണ്ണമായും അവരുടെ കയ്യിലാണ് ഡൽഹി. ഈ 2 പേരാണ് ഡൽഹിയിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി എന്നതാണ് മറ്റു ഗൗരവമേറിയ ഒരു വിഷയം. നമുക്കറിയാവുന്നതാണ് ഇക്കഴിഞ്ഞ ദിവസമാണ് അവസാനത്തെ ലാപ്പിലാണ് രാഹുൽ ഗാന്ധിയെല്ലാം എത്തി അതിരൂക്ഷമായ വിമർശനം കെജ്രിവാളിനെതിരെ ഉന്നയിക്കുന്നൊരു സാഹചര്യമുണ്ടായത്. അവിടെയും ഒരു ധാർമ്മിക പ്രശ്നം ഉയർന്നു വരുന്നുണ്ടായിരുന്നു. നമുക്ക് നേരത്തെ അറിയാവുന്നതാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ആ പാർട്ടിയെ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അല്പ ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ മാത്രം കഴിഞ്ഞ് വീണ്ടും അതിനെ ശക്തമായി തള്ളിപ്പറയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ ഇന്ത്യ മുന്നണിയുടെ പാർട്ടി ഘടകങ്ങളായ പല പാർട്ടികളും RJD ഉൾപ്പെടെയുള്ള പാർട്ടികൾ അതൊരു പ്രാദേശിക തെരഞ്ഞെടുപ്പ് സംവിധാനമല്ല, അത് ദേശീയ തെരഞ്ഞെടുപ്പ് സംവിധാനമാണ് എന്നൊക്കെ പറയുന്നൊരു പശ്ചാത്തലം കൂടി ഉണ്ടാകുമ്പോൾ ഇതെല്ലാം തന്നെ ഒരു ആശയപരമായൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ജനങ്ങളിൽ എന്നത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ്. മറ്റു പ്രധാന വിഷയങ്ങളാണ് ഇവിടെ സംസാരിച്ചതെല്ലാം തന്നെ ഫ്രീബീസിൻ്റെ ഇടപെടലും അത്തരത്തിലുള്ള പ്രശ്നങ്ങളും. മറ്റൊരു പ്രധാന വിഷയം സിഖ് കമ്മ്യൂണിറ്റി വളരെ കൃത്യമായ സ്വാധീനം പുലർത്തുന്ന ഒരു പ്രദേശമാണ്. നമുക്കറിയാം നിരവധി സിഖ് മതവിശ്വാസികളുള്ളൊരു പ്രദേശമാണ്. 84-ലെ സിഖ് വിരുദ്ധ കലാപം തൊട്ട് ഈ സിഖുകാരോട് എന്താണ് നിലപാട് കോൺഗ്രസ് എടുത്തത് എന്നതെല്ലാം തന്നെ ഡൽഹിയിൽ നേരിട്ട് കണ്ട നിരവധി പേരെ നമുക്ക് കാണാൻ സാധിക്കും. ഡൽഹിയിലൊക്കെ സഞ്ചരിക്കുകയാണെങ്കിൽ നിരവധി സിഖ് വിരുദ്ധ കലാപത്തിന് ഇരയായവരെ കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ആളുകളുടെ ഒരു സാന്നിധ്യമുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കൊടിയ ദ്രോഹം അനുഭവിച്ച ഒരു സാഹചര്യം നിലനിൽക്കുന്ന പ്രദേശത്ത് കോൺഗ്രസിനെ ഒരു അകലത്തിൽ നിർത്തുക എന്നൊരു നീക്കം അത് കുറേ കൂടി ശക്തമായി ഉണ്ടാകുന്നുണ്ട് എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ഭൂ ഉടമകൾ ജാട്ടുകളും അതുപോലെ ഗുജ്ജറുകളും എല്ലാം തന്നെ ഈ കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമ്പോൾ അത് കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ളൊരു രാഷ്ട്രീയ നിലപാടിലേക്ക് പോകുന്നു എന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഒരു പൊളിറ്റിക്സ് അവിടെ നിലനിൽക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാന പ്രശ്നം. അത്തരത്തിൽ 3-4 വിഷയങ്ങൾ കോൺഗ്രസിനെ പിന്നോട്ടടിക്കുന്നുണ്ട്. സ്വാഭാവികമായും നേരത്തെ നമ്മൾ പരാമർശിച്ച ആം ആദ്മി പാർട്ടിയുടെ അഴിമതി, ഭരണത്തിലെ അഴിമതി, വാഗ്ദാനങ്ങളുടെ ലംഘനം, അതുപോലെ തന്നെ നിരവധിയായ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല നേരിട്ട് സാധാരണ മനുഷ്യർ നേരിട്ട വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഡൽഹിയിൽ. അത് പൊല്യൂഷൻ ഉണ്ടായിരുന്നു, അന്തരീക്ഷ മലിനീകരണം ഉണ്ടായിരുന്നു, നേരത്തെ പറഞ്ഞ പോലെ യമുനയുടെ മലിനീകരണം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ എന്തെങ്കിലും ന്യായീകരണം പറഞ്ഞ് അത് രക്ഷപ്പെടാനുള്ളൊരു നീക്കം നടത്തി എന്നല്ലാതെ അതിലൊന്നും ഒരു ശാശ്വത പരിഹാരത്തിനുള്ളൊരു ശ്രമം കാര്യമായി ഉണ്ടായില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇതെല്ലാം തന്നെ പ്രതികൂല ഘടകങ്ങളായ ആം ആദ്മി പാർട്ടിക്ക് വന്നപ്പോൾ അനുകൂലമോ പ്രതികൂലമോ ആയ ഘടകങ്ങളില്ലാത്തൊരവസ്ഥയിൽ കോൺഗ്രസ് നിലനിൽക്കുന്നു എന്നതാണ് ഏറെ സവിശേഷമായൊരവസ്ഥ. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 10 വർഷം മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് അപ്രസക്തമായിരിക്കുന്നു ഡൽഹിയിൽ എന്നത് അതീവ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. യെസ്, ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ ഉദയം നമുക്കറിയാം. അഴിമതിക്കെതിരായ വലിയ പ്രതിരോധം എന്നുള്ള ഒരു പ്രഖ്യാപനത്തോടു കൂടിയാണ് അവർ വന്നത്. അതിനെ ആദ്യഘട്ടത്തിൽ ഇരു കൈയും നീട്ടി ഡൽഹിയിലെ ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. 2 പ്രാവശ്യം സ്വീകരിച്ചു. അതിൻ്റെ
ആ ഒരു അനുരണനങ്ങൾ പഞ്ചാബിലേക്കും എത്തി, അവിടെയും അധികാരത്തിലെത്താൻ അവർക്ക് സാധിച്ചു. പക്ഷേ പിന്നീടൊക്കെ നമ്മൾ കണ്ടത് ആ അഴിമതി വിരുദ്ധ വികാരം അത് ഒരു കെട്ടുകാഴ്ചയാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞ ഒരവസ്ഥയാണ്. ചുറ്റുകൊട്ടാരം പോലെ ആ അഴിമതിയുടെ കൊട്ടാരം ഇങ്ങനെ വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടു. മന്ത്രിസഭയിലെ ഒന്നാമൻ പോകുന്നു, പിറകെ രണ്ടാമൻ പോകുന്നു, പിന്നെ ഓരോന്നോരോന്നായി പോവുകയാണ്. ജനങ്ങളെ അധികകാലം മണ്ടന്മാരാക്കാൻ കഴിയില്ല, അധികകാലം വഞ്ചിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട് ഈ പുറത്തു വരുന്ന വാർത്തകൾക്ക് പിന്നിലല്ലേ? തീർച്ചയായും 2013 കോൺഗ്രസ് പാർട്ടിയുടെ പതനം സംഭവിക്കുന്നതും ആം ആദ്മി പാർട്ടിയുടെ ഉദയം നമ്മൾ കാണുന്നതും. അതൊരു ചെറിയ തുടക്കമായിരുന്നു. പക്ഷേ ഒരു ന്യൂനപക്ഷ സർക്കാർ, കോൺഗ്രസ് പിന്തുണയുള്ള ഒരു ന്യൂനപക്ഷ സർക്കാർ എന്നതിൽ നിന്നും ഉഗ്രമായ ഭൂരിപക്ഷമുള്ള രണ്ട് സർക്കാരുകൾ 2015-ലും 2020-ലും ആദ്യം 70-ൽ 67 സീറ്റുമായി, പിന്നീട് 2020-ൽ ആൻറ്റി ഇൻകംബൻസിയെ മറികടന്നുകൊണ്ട് 70-ൽ 62 സീറ്റുമായി അധികാരത്തിൽ തുടരുന്ന ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വെല്ലുവിളിയാണ് ആ അധികാരം നിലനിർത്തുക എന്നത്. പ്രത്യേകിച്ച് ആ സാഹചര്യം മാറിയിരിക്കുന്നു. 2013-ലെയോ 15-ലെയോ 20-ലെയോ രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ട മാറ്റമെന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയുടെ DNA-യിലുണ്ടായ മാറ്റമാണ്. അല്ലെങ്കിൽ ഒറിജിനൽ DNA-യിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന ഒരു തിരിച്ചറിവാണ്. ഇപ്പോഴാണ് ആ തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ടാകുന്നത്. ഏത് വിഭാഗമാണോ ആം ആദ്മി പാർട്ടിയെ വർദ്ധിത വീര്യത്തോടുകൂടി അധികാരത്തിലേക്ക് കൊണ്ടുവന്നത്, അതേ വിഭാഗത്തിൻ്റെ, അതായത് മധ്യവർഗ വിഭാഗത്തിൻ്റെ ഒരു കണ്ണിലെ ഒരു കരടായി മാറി ഇപ്പോൾ ആം ആദ്മി പാർട്ടി. അതിനുള്ള പ്രധാന കാരണം അവർ പ്രതീക്ഷയ്ക്കൊത്തുയർന്നു. ഫ്രീ ബി പൊളിറ്റിക്സിൽ അവർ പ്രതീക്ഷയ്ക്കൊത്തുയർന്നു, അത് ശരിയാണ്. പക്ഷേ അവർ പറയുന്ന കാര്യങ്ങൾ അഴിമതി വിരുദ്ധതയുടെ മുഖം മൂടി അണിഞ്ഞു എന്നതല്ലാതെ യഥാർത്ഥ അഴിമതി വിരുദ്ധത ആം ആദ്മി പാർട്ടിയുടെ കൂടപ്പിറപ്പായിരുന്നോ, കേവലം അധികാരത്തിൽ വരാനുള്ള സൂത്രവാക്യമായിരുന്നോ അഴിമതി വിരുദ്ധ മുദ്രാവാക്യം എന്നത് ആഴത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പും ഇപ്പോൾ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് കഴിഞ്ഞു പോയിരിക്കുന്നത്. അതുകൊണ്ടാവണം ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു രണ്ട് ടേം, മോദി സർക്കാരിൻ്റെ 2 ടേം, ആ 2 ടേമിലും സാമാന്യം ഭേദപ്പെട്ട ഒരു അഴിമതി വിരുദ്ധ ഒരു ട്രാക്ക് റെക്കോർഡുണ്ട്. അപ്പം രാജ്യത്തെ ജനങ്ങളെല്ലാം അത് കാണുന്നുണ്ട്. വളരെ അടുത്ത് നിന്നുകൊണ്ട് ഭരണസ്ഥിരാ കേന്ദ്രമായ ഡൽഹിയിലെ ആളുകൾ വളരെ അടുത്ത് നിന്നുകൊണ്ട് കേന്ദ്രഭരണത്തെയും സംസ്ഥാന ഭരണത്തെയും വിലയിരുത്തുന്നത് കൊണ്ടാണ് സംസ്ഥാനത്ത് ഫ്രീ ബി പൊളിറ്റിക്സിന് ചിറകിലേറി ആം ആദ്മി പാർട്ടിക്ക് വൻ ഭൂരിപക്ഷം കൊടുക്കുകയും അതേ സമയത്ത് തന്നെ അതിനോട് അടുത്ത് തന്നെ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് എല്ലാ സീറ്റുകളും സമ്മാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത പ്രബുദ്ധതയുടെ ചിഹ്നമാണ്. ദേശീയ തലസ്ഥാനത്തെ വോട്ടർമാരുടെ പ്രബുദ്ധതയുടെ അടയാളമായി അതിനെ കാണാം. ആ ഒരു വോട്ടർമാരാണ് ഇപ്പോൾ മൂന്നാമത്തെ കക്ഷി. ഡൽഹിയിലെ കേവലം മൂന്നാമത്തെ കക്ഷി മാത്രമാണ് കോൺഗ്രസ്. 15 വർഷം അടുപ്പിച്ച് ഭരിച്ച ഈ ഷീലാ ദീക്ഷിതിൻ്റെ നാളുകൾ അന്ന് സാമാന്യം തരക്കേടില്ലാത്തൊരു ഭരണമായിരുന്നു. അതുകൊണ്ടാണ് തുടർച്ചയായി 3 പ്രാവശ്യം കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായത്. കാര്യമായ അസ്ഥിരതയും ഉണ്ടായിട്ടില്ല. 98-ൽ തുടങ്ങിയ ഒരു തേരോട്ടമാണ്. 98, 2003, 2008 വർഷങ്ങളിൽ ഷീലാ ദീക്ഷിത് കുറേ വികസന പ്രവർത്തനം കൊണ്ടുവന്നു. പക്ഷേ ഫ്രീ ബി പൊളിറ്റിക്സ് ഈ രീതിയിൽ ഉണ്ടായിരുന്നില്ല എന്നത് വളരെ വ്യക്തമാണ്. പക്ഷേ ആ ഒരു ഓറയിൽ നിന്നും ഏറെ പിന്നോട്ട് പോയിരിക്കുന്നു കോൺഗ്രസ് പാർട്ടി. അപ്പോൾ അത് കോമൺവെൽത്ത് ഗെയിംസിലെ അഴിമതിയാകട്ടെ, അല്ല എങ്കിൽ 2G സ്പെക്ട്രം, അന്നത്തെ 2G സ്പെക്ട്രം അഴിമതി. അപ്പോൾ അഴിമതിയുടെ ഒരു കറ ദേശീയ പാർട്ടിയായ കോൺഗ്രസിൽ വീണിരിക്കുന്നു. ആ കോൺഗ്രസിൻ്റെ അഴിമതി കറ കഴുകിക്കളയാനാണ് ഡൽഹിയിലെ ജനം ഒരു പുതിയ പരീക്ഷണത്തിനായി മുതിർന്നത്. ചെറിയൊരു സംസ്ഥാനമാണ്, ചെറിയൊരു വോട്ടർ ബേസാണ്, അതുകൊണ്ട് ആ പരീക്ഷണങ്ങൾ സാധ്യമാകും. ആ പരീക്ഷണം പിൽക്കാലത്ത് പഞ്ചാബിലേക്കും വ്യാപിക്കുകയും വിജയിക്കുകയും ചെയ്യുന്ന കാഴ്ച കണ്ടു. അപ്പോൾ അങ്ങനെ പ്രശസ്തിയുടെയും അംഗീകാരത്തിൻ്റെയും പരകോടിയിൽ നിൽക്കുന്ന ഒരു ദേശീയ പാർട്ടിയുടെ പായി ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് അതിമോഹമാണ് കേജ്രിവാളിൻ്റെ, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി നേതാക്കളുടെ അതിമോഹമാണ് ഗോവയിലേക്കും ഗുജറാത്തിലേക്കും ഒക്കെ ആം ആദ്മിയുടെ വേരുകൾ പടർന്നിറങ്ങണമെങ്കിൽ പണമുണ്ടാകണം. അതിനുള്ള കുറുക്ക് വഴിയായി അഴിമതിയെയും ബ്രൂവറീസുമായുള്ള ബന്ധത്തെയും അല്ലെങ്കിൽ മദ്യനയത്തെ തന്നെ തിരുത്തി കുറിക്കുന്ന രീതിയിൽ ധനാഗമ മാർഗമായി കണ്ടു എങ്കിൽ അത് അധികാര രാഷ്ട്രീയം ദുഷിച്ചുപോയി എന്നതിൻ്റെ സൂചനയാണ്. അത് ഏറ്റവും അടുത്ത് മനസ്സിലാക്കുന്ന ജനവിഭാഗമാണ് ഡൽഹിയിലുള്ളത്, വോട്ടർമാരാണ് ഡൽഹിയിലുള്ളത്. ഒരുപക്ഷെ അതിൻ്റെ ഒരു ബാക്ക്ലാഷ്
ഇതിനകത്തുണ്ടായേക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് വൺ ടൈം അബറേഷനാണ് എന്നാണ് ആം ആദ്മി പാർട്ടി പറഞ്ഞിരുന്നത്. പക്ഷേ 8-ാം തീയതി വോട്ടെണ്ണുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് സർവേകളിൽ സൂചിപ്പിച്ച നമ്പേഴ്സിലേക്ക് ചുരുങ്ങേണ്ടി വന്നാൽ 25-30 സീറ്റിലേക്ക് ചുരുങ്ങേണ്ടി വന്നാൽ അതിനർത്ഥം ആം ആദ്മി പാർട്ടിയുടെ പ്രചരണം അഴിമതി വിരുദ്ധതയുടെ മുഖംമൂടി അടിഞ്ഞു വീണു എന്ന് തന്നെയാണ്. അതുമാത്രമല്ല, ഫ്രീ ബി പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഇടക്കാല അഡ്ജസ്റ്റ്മെൻ്റാണ്. നമുക്കൊരു സേയിങ് ഉണ്ട് ശ്രീ സുരേഷ്, ഗിവ് എ പേഴ്സൺ ഫിഷ് ഹി വിൽ ഈറ്റ് ഇറ്റ് ആൻഡ് ഫർഗെറ്റ് ഇറ്റ്. ഒരു മീൻ കൊടുക്കും ഒരാൾക്ക്, ആ മീൻ ഭക്ഷിക്കും, അതിനുശേഷം മറക്കും. പക്ഷേ ടീച്ച് ഹിം ഹൗ ടു ഫിഷ്, അദ്ദേഹത്തെ മീൻ പിടിക്കാൻ പഠിപ്പിക്കൂ. അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ, അധ്വാനിച്ച് ജീവിക്കാൻ പഠിപ്പിക്കൂ. ഹി വിൽ ബി ഗ്രേറ്റ്ഫുൾ ടു യു ഫോർ എവർ. എക്കാലത്തും അദ്ദേഹം നന്ദിയുള്ളവനായിരിക്കുമെന്ന് പറയുന്നത് പോലെ ഫ്രീ ബി പൊളിറ്റിക്സ് ഒരു പരിഹാരമല്ല. യഥാർത്ഥത്തിൽ അത് ഭരണത്തിലേക്കുള്ള കുറുക്കുവഴി മാത്രമാണ്. അതേസമയം എംപവർമെൻറ്റ്, റിയൽ എംപവർമെൻറ്റ് എന്നതിലേക്ക് ഒരുപാട് ദൂരം ബഹുഘാതം മുന്നേറാനുണ്ട് ആം ആദ്മി പാർട്ടിക്ക്. പക്ഷേ ആ ഒരു പൊളിറ്റിക്സ് കൂടി തിരിച്ചറിയാനുള്ള ഒരുപക്ഷെ വിവേകം ഡൽഹിയിലെ ആളുകൾക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് കുറച്ചുകൂടെ ലാർജർ പെർസ്പെക്റ്റീവിൽ, ഒരു മാക്രോ എക്കണോമിക് പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണാൻ ഡൽഹി ജനതയും പഠിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാകാം ഒരുപക്ഷെ ഡൽഹി ജനത മാറി ചിന്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെ നോക്കിയാലും ശരി, കോൺഗ്രസ് പാർട്ടിയുടെയും ആം ആദ്മി പാർട്ടിയുടെയും അപജയം BJP വളമാകും. സാധാരണഗതിയിൽ ആം ആദ്മി പാർട്ടി വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസിലേക്ക് സ്വാംശീകരിക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെ കാര്യമായി ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ കാണുന്ന ഈ സൂചനകൾ, ഈ പറയുന്ന ഫലസൂചനകൾ, ഫലമെന്നല്ല എക്സിറ്റ് പോൾ സൂചനകൾ നൽകുന്ന ചിത്രം അങ്ങനെയാണ്. ശ്രീ സുരേഷ്. യെസ്, അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, വീരേന്ദ്ര സച്ദേവ്, BJP ഡൽഹി ഘടകം അധ്യക്ഷൻ ഈ ഒരു എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഡൽഹിയിൽ ദുരന്തം മാറുന്നു, BJP വരുന്നു. ഒരു ഡബിൾ എൻജിൻ സർക്കാർ സ്വാഭാവികമായും നിലവിലെ സാഹചര്യത്തിൽ ഡൽഹിയിലെ സാധാരണക്കാരായ ജനങ്ങൾ, അത് മധ്യവർഗമായാലും അടിസ്ഥാന വർഗമായാലും അവർ പ്രതീക്ഷിച്ചിരുന്നു, അവർ കാത്തിരുന്നു എന്ന് വേണം മനസ്സിലാക്കാനല്ലേ? അല്ല, ഏത് ശൈലിയിൽ വേണമെങ്കിൽ എടുക്കാം. അവർ കാത്തിരുന്നു എന്നതിനേക്കാൾ ഉപരി അവർ ആം ആദ്മി പാർട്ടിയുടെ തട്ടിപ്പിനെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് പറയുകയായിരിക്കും നല്ലത്. നോക്കും, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബഹുമാനായിട്ടുള്ള ശ്രീ അണ്ണാ ഹസാരയുടെ സമരത്തിന്റെ മുൻപന്തിയിൽ നിന്ന് അതിന്റെ സൂത്രധാരനായിട്ടുള്ള ഒരു അരവിന്ദ് കെജ്രിവാൾ വരികയും അദ്ദേഹം ഡൽഹിയുടെ പൾസ് മനസ്സിലാക്കുകയും, പ്രത്യേകിച്ച് ഐഡിയോളജി ഒന്നും ഈ ആം ആദ്മി പാർട്ടിക്ക് ഇല്ല, ഒരു ഐഡിയോളജി ഇല്ല. അവർക്കൊരു പ്രത്യേക ശാസ്ത്രമോ അല്ലെങ്കിൽ ഒരു ആദർശമോ അല്ലെങ്കിൽ പ്രത്യേക ഒരു സാമ്പത്തിക പോളിസി ഒന്നുമില്ല. അവരിങ്ങനെ ജനങ്ങളുടെ നടുക്കിൽ നടക്കും, പൾസ് അറിയും. അവർ ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അത് എത്രത്തോളം പ്രായോഗികമായി പ്രയാസമാവും അധികാരത്തിൽ വന്നാലെന്നൊന്നും അവർ ചിന്തിക്കില്ല. എന്നിട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള അല്ലെങ്കിൽ അവരിലേക്ക് ഏറ്റവും കൂടുതൽ ഇൻജക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ശൈലി ഉണ്ടാക്കും. ആ ശൈലി ഇവരിങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരും. അതിലൊരു മിടുക്കനാണ് ഈ അരവിന്ദ് കെജ്രിവാൾ. അങ്ങനെ പറ്റിച്ചതാണ് ഇത്രയും കാലം ഡൽഹി ജനതയെ ആം ആദ്മി പാർട്ടിയും വെച്ച്. ഈ മിടുക്കൻ എന്ന് ഞാൻ പറഞ്ഞത് അരവിന്ദ് കെജ്രിവാൾ ജനങ്ങളെ പറ്റിക്കുന്നതിന്റെ മിടുക്കനാണ് കേട്ടോ, തെറ്റിദ്ധരിക്കപ്പെടരുത്. ആ പറ്റിക്കുന്നതിന്റെ മിടുക്കാണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരുന്നതും ഡൽഹിയിലെ ജനങ്ങൾ വിശ്വസിച്ചു പോയത്. പക്ഷെ പിന്നീട് ഇദ്ദേഹത്തിന്റെ പ്രവൃത്തിയും ഇദ്ദേഹത്തിന്റെ രീതികളും ഇദ്ദേഹത്തിന്റെ ചേതല് പോലെ പടർന്നു പിടിക്കാനുള്ള അധികാരാഗ്രഹവും ജനം മനസ്സിലാക്കുകയും അതിന് സാമ്പത്തികം കണ്ടെത്താൻ എന്ന വ്യാജേന അവനവന്റെ സാമ്പത്തിക സ്രോതസ് വളർത്തുകയും സാധാരണക്കാരനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന വ്യാജേനെ വളരെ ഗംഭീരനായി ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന, സുഖലോലുപതയിലൊട്ടും കുറവില്ലാത്ത, എന്നാൽ ആർഭാടങ്ങളിലൊട്ടും കുറവില്ലാത്ത, മണിമന്ദിരങ്ങൾ ഞാൻ ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞ് അതിനുവേണ്ടി പൈസ ചെലവാക്കുന്ന, അതിനുവേണ്ടി പൊതുഖജനാവിനെ തന്നെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ശ്രീ അരവിന്ദ് കെജ്രിവാൾ വരികയും, എന്തൊന്നിനെതിരാണോ അദ്ദേഹം അധികാര ശ്രേണിയിൽ വരാൻ വേണ്ടി പറഞ്ഞിരുന്നത് ആ വിഷയങ്ങളുടെ വക്താവായി പിന്നീട് മാറുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയം ഡൽഹി ജനത നേരിട്ട് കാണുകയല്ലേ. ഇത് അവരിവരും പറഞ്ഞത് കേൾക്കല്ലോ. അവർ ഇപ്പോഴും ചിന്തിക്കുന്നത്, അവർ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവരുടെ വീടിന്റെ മുന്നിലെ മാലിന്യങ്ങൾ മാറിയിട്ടില്ല, അവരുടെ കാനയിലെ വെള്ളത്തിന് പ്രയാസങ്ങളുണ്ട്, അവരുടെ അന്നത്തിന് പ്രശ്നങ്ങളുണ്ട്, അവർ അന്നാന്ന് പണിയെടുത്തില്ലെങ്കിൽ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല, അവരുടെ കുടിവെള്ള പ്രശ്നമായിക്കോട്ടെ, അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത വിഷയമായിക്കോട്ടെ, മാലിന്യ പ്രശ്നമായിക്കോട്ടെ, തൊഴിൽ പ്രശ്നമായിക്കോട്ടെ, വിദ്യാഭ്യാസ പ്രശ്നമായിക്കോട്ടെ, ഈ പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കുന്നത്, ഇദ്ദേഹം ആ കുറച്ച് കരണ്ടും കുറച്ച് വെള്ളവും ഞങ്ങൾക്ക് തന്ന് ഞങ്ങളുടെ വോട്ടും പിടിച്ച് അദ്ദേഹം അധികാരത്തെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ
പച്ചയായി ഡൽഹി ജനതയെ പറ്റിക്കുന്നു എന്ന് വേണം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ. അത് നമ്മൾ മനസ്സിലാക്കിയേക്കാൾ കൂടുതൽ ഡൽഹി ജനത മനസ്സിലാക്കി എന്നുള്ളത് കൊണ്ടാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനടക്കമുള്ള ആളുകൾ വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഞങ്ങൾ അധികാര ശ്രേണിയിലേക്ക് കടന്നു കയറി തുടങ്ങിയിരിക്കുന്നു, അതിന്റെ തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ അതിനെല്ലാ വിഷയങ്ങളെയും പ്രതികരിക്കുന്നു, അതിനാ രീതിയിൽ എടുക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഡൽഹി ജനതയുടെ ക്ഷേമം ഞങ്ങളുടെ മുഖ്യ അജണ്ട തന്നെയാണ്. ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ മേഖലകളിലും വികസനം എത്തിക്കുക എന്നുള്ളതാണ് BJPയുടെ കൃത്യമായിട്ടുള്ള താല്പര്യവും അതിനുവേണ്ടിയുള്ള പരിശ്രമവും തുടങ്ങിയിട്ട് 10 വർഷക്കാലമായി. ഒന്നിൽ നിന്നാണ് ഞങ്ങൾ ഇവിടെ തുടങ്ങുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. കാലാകാലമായിട്ട് ഇന്ത്യ മഹാരാജ്യത്തെ ഭരിച്ചിരുന്നവർ ഈ സംവിധാനത്തെ കൊണ്ടുപോയി നശിപ്പിച്ച് ഈ നാടിനെ പിന്നോക്കാവസ്ഥയിലേക്ക് എത്തിയതിൽ നിന്നാണ് ഞങ്ങൾ തുടങ്ങിയതും ഞങ്ങൾ ഒന്നിൽ നിന്ന് തുടങ്ങി ഇന്ന് ഈ നിലയിലേക്ക് എത്തിച്ച് ഒരുവിധം ലോകരാഷ്ട്രങ്ങളെ കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ ബഹുമാനിക്കുന്ന ശൈലിയിലേക്ക് എത്തിയത്. അപ്പോഴും രാഹുൽ എന്ന് പറയപ്പെടുന്ന കോൺഗ്രസിന്റെ നേതാവ് പക്വതയില്ലാത്ത പയ്യൻ എന്താ ചെയ്യുന്നത്? അദ്ദേഹം പോയിട്ട് പാർലമെന്റിൽ ഇരുന്ന് ഉണ്ടയില്ലാ വെടിപൊട്ടിക്കുക. എന്താണ്? ചൈനക്ക് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാൽ അതിർത്തിയിലെ കാര്യം പറഞ്ഞിട്ട്, അത് കഴിഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ക്ഷണം പോലും കിട്ടാതെ ക്ഷണിക്കാൻ പറയാൻ വേണ്ടി ദൂതരെ വിട്ടു എന്നൊക്കെ പറയപ്പെടുന്ന ഒരു ലെവലേശം പോലും നിലവാരമില്ലാത്ത രീതിയിൽ കോൺഗ്രസിന്റെ നേതാവ് അവിടെ അധപതിച്ചു പോകുമ്പോഴും നമ്മൾ അവിടെ പറഞ്ഞത് ഞങ്ങൾ 12 കോടി ജനങ്ങൾക്ക് ടോയ്ലറ്റ് ഈ കാലഘട്ടത്തിൽ കൊടുക്കേണ്ടി വന്നത് കോൺഗ്രസിന്റെ അധപതന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ്. ഞങ്ങൾ 12 കോടി ജനങ്ങൾക്ക് പൈപ്പിൽ വെള്ളം എത്തിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ വന്നത് നിങ്ങൾക്കത് കഴിയാതെ വന്നതാണ്. ഓരോ അടിസ്ഥാന വർഗത്തിന്റെയും പ്രശ്നങ്ങളെ ഇപ്പോൾ BJPക്ക് അഡ്രസ് ചെയ്യേണ്ടി വന്നത് ഒരു കാലഘട്ടത്തിൽ അവർ പുറകിലേക്ക് തള്ളിയിട്ട കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ടാണ് എന്ന് ഞങ്ങൾക്ക് വിളിച്ചു പറയേണ്ടി വന്നു. ആ രാഹുൽ ഇന്ന് ആം ആദ്മി പാർട്ടിയുടെ ഒപ്പം നിന്നിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ നിന്നത്. അഴിമതിക്കാരനായിട്ടുള്ള കൊടിയ അഴിമതിക്കാരനും തട്ടിപ്പുകാരനുമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയപ്പെടുന്ന കൊടും അഴിമതിക്കാരനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അവിടെ BJPയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് നേരെ വലിയ ആക്രമണങ്ങൾ നടക്കുന്നു, ഉദ്യോഗസ്ഥരെ വെച്ച് എന്ന് വ്യാജ പ്രചരണം ഉണ്ടാക്കും ചെയ്ത വ്യക്തിയാണ് രാഹുൽ എന്ന് പറയപ്പെടുന്ന കോൺഗ്രസിന്റെ നേതാവ്. ആ രാഹുൽ ഇന്ന് തിരിച്ചു പറഞ്ഞു എന്ന് പറയുമ്പോൾ ഡൽഹി ജനതയും അത് മനസ്സിലാക്കൊണ്ട് 8 മാസം മുൻപ് ഇതേ കെജ്രിവാളിനെ ബഹുമാനിച്ചും അംഗീകരിച്ചും ശരിവെച്ചും മുന്നോട്ട് പോയ രാഹുൽ ഇന്ന് അതിനെ തള്ളിപ്പറയുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ചക്കിയും ചങ്കരനും പോലെ ജനങ്ങളെ വഞ്ചിക്കുന്നു, ജനങ്ങളെ പറ്റിക്കുന്നു, ജനങ്ങളോട് നുണ പറയുന്നു, ജനങ്ങളെ പിന്തിരിപ്പിക്കുന്നു, അനാവശ്യമായ കാര്യങ്ങളിലേക്ക് വീണ്ടും പിടിച്ചു കൊണ്ടുവരുന്നു, വികസനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഡൽഹി ജനത മനസ്സിലാക്കിയിടത്താണ് BJPയുടെ പണി തുടങ്ങുന്നതും. BJP കൃത്യമായി ഗൃഹസമ്പർക്കത്തിലൂടെ, ജനസമ്പർക്കത്തിലൂടെ, വ്യക്തികളിലൂടെ, സർക്കാർ ജീവനക്കാരിലൂടെ എന്ന് പറയപ്പെടുന്നത് സർക്കാർ ജീവനക്കാർക്കാണ് ഈ ബഡ്ജറ്റിനകത്ത് ഏറ്റവും വലിയ ഗുണം അവിടെ ഉണ്ടായിട്ടുള്ളത്. 12 ലക്ഷം രൂപ പരിധി എന്ന് പറയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവും സർക്കാർ ജോലിക്കാർക്കാണ്. സർക്കാർ ജീവനക്കാർക്കും ഇത്യാദി കാര്യങ്ങൾ കൃത്യമായി പഠനം നടത്തി അവർക്ക് വേണ്ടത് മധ്യവർഗത്തിനാണെങ്കിലും അടിസ്ഥാന വർഗത്തിനാണെങ്കിലും അതിന് മേലെയുള്ള വർഗത്തിനാണെങ്കിലും ഒരു ജനത്തിന് ക്ഷേമത്തിന് എന്താണോ ആവശ്യം ആ ആവശ്യം കൃത്യമായി പഠിച്ച് അത് നടപ്പിലാക്കി കൊടുക്കുന്നതിൽ ഈ ബഡ്ജറ്റിൽ ഞങ്ങൾ കൃത്യമായി കാര്യങ്ങൾ നടപ്പിലാക്കി. ഒപ്പം ജനങ്ങളോട് സംവദിച്ചു. ഒപ്പം ആ ജനങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടുത്താൻ ഞങ്ങളുടെ നേതാക്കന്മാർക്കായി. അത് പരിപൂർണമായി ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നും അവരുടെ വിരൽത്തുമ്പിലൂടെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആ സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നാളെയുടെ ഡൽഹിയുടെ ഭരണസാരഥ്യം BJPയുടെ കൈകളിലേക്ക് എത്തിക്കാൻ ഡൽഹി ജനത ഇന്ന് ഒറ്റക്കെട്ടായി തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും ഞാൻ ആഗ്രഹിക്കുന്നതും. അതെന്തായാലും 8-ാം തീയതി ആഗ്രഹ സഫലീകരണം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ സമയത്ത് അന്ന് നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ BJPയുടെ പ്രതിനിധികൾ വിജയിച്ചു വന്നതിൽ സന്തോഷകരമായിട്ടുള്ള ചർച്ച ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിക്കുന്നു. യെസ്, അങ്ങനെ തന്നെ യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. ഏതായാലും ഐസൻ ജോസ്, ഇവിടെ ശ്രീ ഉല്ലാസ് ബാബു അടക്കം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. BJP സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ ജനക്ഷേമപരമായിട്ടുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. ഏറ്റവും ഒടുവിൽ ഈ ബജറ്റ് പ്രഖ്യാപനത്തിലടക്കം അത് നമുക്ക് വ്യക്തവുമാണ്. വികസനം താഴെത്തട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള പ്രഖ്യാപിത നയം. ഉല്ലാസ് ബാബു പറഞ്ഞതുപോലെ തന്നെ BJP അവിടെ പ്രകടന പത്രികയിലായാലും അവരുടെ പ്രവർത്തനത്തിലായി കഴിഞ്ഞാലും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ പൾസ് അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചരണമാണ് നടത്തിയത്. അതേസമയം തന്നെ തമ്മിലടിക്കുന്ന ഒരു സമീപനമാണ് ആം ആദ്മി നേതൃനിരയിലായി കഴിഞ്ഞാലും കോൺഗ്രസിൻ്റെ നേതൃനിരയിലായി കഴിഞ്ഞാലും ഉണ്ടായത്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു തകർച്ച
ആ ഒരു പതനം ഏകദേശം ഉറപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി എന്നുകൂടിയാണ്. അതുകൂടി നമുക്ക് ഈ ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഒരു ചിത്രം നമുക്ക് മുന്നിലേക്ക് വരുമ്പോൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? തീർച്ചയായും സുരേഷ്, ഈ പതനം, ഇന്ത്യ സഖ്യത്തിൻ്റെ പതനം എന്ന് പറയുന്നത് ആരംഭിച്ചു കഴിഞ്ഞു എന്നല്ല, ഡൽഹി തെരഞ്ഞെടുപ്പോടെ അത് ഏതാണ്ട് കൃത്യമായി നടപ്പായി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് രാഹുൽ ഗാന്ധി എങ്ങനെയാണ് ഈ ഡൽഹി തെരഞ്ഞെടുപ്പിന് മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഏത് രീതിയിലാണ് ഈ ആം ആദ്മി പാർട്ടിയെയും കെജ്രിവാളിനെയും കൊണ്ടു നടന്നിരുന്നത്. അതേ സ്ഥലങ്ങളിൽ തന്നെ അദ്ദേഹം എത്തി. അതുപോലെ തന്നെ ഡൽഹിയിലെ പല റാലി കേന്ദ്രങ്ങളിലും അദ്ദേഹം എത്തി. അവിടെയുള്ള പ്രശ്നങ്ങളെ കൃത്യമായി ഉന്നയിക്കാനുള്ളൊരു ശ്രമം നടത്തുക എന്നൊരു ശൈലിയായിരുന്നു അദ്ദേഹം പിന്തുടരാൻ ശ്രമിച്ചത്. എങ്കിലും അത് പ്രായോഗികമായി പരാജയപ്പെട്ടു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ജനങ്ങളിലേക്ക് എത്താതെ പോയത്. ഈ എക്സിറ്റ് പോളുകളിലെല്ലാം തന്നെ അവരുടെ സാന്നിധ്യം കൃത്യമായി അറിയിക്കാൻ സാധിക്കാതിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലെല്ലാം തന്നെ, രാഹുലിൻ്റെ പ്രഭാഷണങ്ങളിലെല്ലാം തന്നെ നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചൊരു വസ്തുതയുണ്ട്. കടന്നാക്രമിക്കുകയായിരുന്നു കെജ്രിവാളിനെ. 8 മാസം മുമ്പ് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചവർ അതിനുശേഷം ഈ മദ്യനയ അഴിമതിയുടെ വിഷയങ്ങളിലെല്ലാം തന്നെ ഇടപെടുന്ന സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി നിലപാട് സ്വീകരിച്ചവർ ഒറ്റയടിക്ക് മാറുന്നൊരു സാഹചര്യം, അത്തരത്തിലൊരു സാഹചര്യം ഒരു തരത്തിലും അതായത് ഈ ഇന്ത്യ സഖ്യത്തിലെ മുന്നണികളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു നിലവാരമില്ലായ്മ, അവരുടെ അവർ സ്വീകരിക്കുന്ന നിലപാടുകളിലെ ഒരു അവ്യക്തത, അത് കൃത്യമായി ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ? തീർച്ചയായും നിലപാടുകളിലെ അവ്യക്തത എന്നതിനപ്പുറം BJPയോടുള്ള NDA വിരോധം, അതായിരുന്നു അവരുടെ നിലപാട് എന്നതായിരുന്നു പ്രശ്നം. ഈ നിലപാട്, അതായത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തോടുള്ള ഒരു എതിർപ്പ് അല്ലെങ്കിൽ ഒരു ആശയത്തോടുള്ള എതിർപ്പ്, ആ എതിർപ്പ് മാത്രം ഒരു ഘടകമായി മാറുന്നു. എതിർപ്പ് മാത്രം ഒരു ഘടകമായി ഒരു സഖ്യം രൂപീകരിക്കപ്പെടുന്നു. ആ രൂപീകരിക്കപ്പെട്ട സഖ്യം, ആ സഖ്യത്തിനുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു. അതിൻ്റെ നേതൃത്വത്തിലേക്ക് പോകുന്നവരെ സംബന്ധിച്ചൊക്കെ ചർച്ചകൾ വരുന്നു. അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു. അപ്പോൾ അത്തരത്തിലൊരു പ്രശ്നമുണ്ടാകുന്നത് BJP കേന്ദ്രീകൃതമായ ഒരു എതിർപ്പ്, BJPക്കെതിരായ ഒരു എതിർപ്പ് സൃഷ്ടിച്ച ഒരു സംവിധാനം മാത്രമായിരുന്നു ഇന്ത്യ മുന്നണി. ആ എതിർപ്പ് മാത്രമായിരുന്നു അവിടെ പ്രശ്നമായി ഉണ്ടായിരുന്നത്. അതുപോലെ നമുക്കറിയാവുന്നതാണ്, നേരത്തെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുണ്ടായ സഖ്യത്തിൻ്റെ ഒരു സ്വഭാവത്തിലൊക്കെ അങ്ങനെ ചില പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അത്തരത്തിൽ ഒരു എതിർപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സംവിധാനം ഉണ്ടാവുക എന്നത് അത് ശാശ്വതമല്ല, അല്ലെങ്കിൽ അത് ഒരു കൃത്യതയാർന്ന ഒരു ആശയത്തിൻ്റെ പിന്നിലല്ല. ഈ ആം ആദ്മി പാർട്ടിയുടെ ആശയമില്ലായ്മ, നേരത്തെ ഉല്ലാസ് ബാബുക്ക് ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ആം ആദ്മി പാർട്ടി പോകുന്ന അതേ വഴിയിലേക്ക് തന്നെ കോൺഗ്രസും ചലിച്ചുകൊണ്ടിരുന്നു ഈ അടുത്ത കാലങ്ങളിൽ. അത് വളരെ കൃത്യമായി ആം ആദ്മി പാർട്ടി അത് ആദ്യം പ്രയോഗിക്കപ്പെട്ട ഒരു സംവിധാനമായതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയോടുള്ള ഒരു എതിർപ്പും സ്വാഭാവികമായും അവർക്കെതിരായി വരികയും അത് ആം ആദ്മി പാർട്ടിയുടെ കൈവശമാവുകയും ചെയ്തു എന്നതാണ് കൃത്യമായൊരു വസ്തുത. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത്, ഇത്തരത്തിലുള്ള നിരവധിയായ വിഷയങ്ങൾ, അത് സാമൂഹ്യമായ പ്രശ്നങ്ങളുണ്ട്. സിഖ് വിരുദ്ധ കലാപം തൊട്ടുള്ള പ്രശ്നങ്ങളെ പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസിനോടൊരു എതിർപ്പുണ്ട്. പക്ഷേ അതിനുശേഷം മോഹൻ വർഗീസൊക്കെ പറഞ്ഞതുപോലെ വളരെ കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കുന്നൊരു കാര്യമാണ് 98 മുതലുള്ള ഷീലാ ദീക്ഷിതിൻ്റെ കൃത്യമായൊരു ഭരണ നീക്കങ്ങളും കൃത്യമായൊരു ഭരണ സംവിധാനം അവിടെ നിലനിന്നതെല്ലാം തന്നെ ഇതിന് ശേഷം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രശ്നം പൂർണ്ണമായും കോൺഗ്രസിനെ ഇല്ലാതാക്കാനൊരു കാരണമായി എന്ന് നിലവിൽ കരുതുക വയ്യ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഷീലാ ദീക്ഷിതിൻ്റെ ഭരണം, 15 വർഷം അവർ ഭരിച്ച ആ ഒരു കാലയളവ് അഴിമതി നിറഞ്ഞ ഒരു ഭരണമാണ്. ഈ അഴിമതി മടുത്ത ഒരു ജനതയാണ് പിന്നീട് അഴിമതി വിരുദ്ധ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ടുവന്ന ആം ആദ്മിയെ സ്വീകരിച്ചത്. ഇരു കൈയും നീട്ടി സ്വീകരിച്ചത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. പക്ഷേ അവിടെയും പിന്നീട് അവർ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. എങ്ങനെയാണോ കോൺഗ്രസിനെ ഒഴിവാക്കിയത്, അതേപോലെ ആം ആദ്മിയെയും അവർ ഒഴിവാക്കിയാണല്ലേ? തീർച്ചയായും ആം ആദ്മിയെയും കോൺഗ്രസിനെ ഒഴിവാക്കിയതുപോലെ ഒഴിവാക്കി കൊണ്ടുവരുന്നു. കോൺഗ്രസ് നേരത്തെ തന്നെ ചിത്രത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ആം ആദ്മിയും ഇതുപോലെ ഒഴിവായി പോകുന്നു എന്നാണ് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഇപ്പോൾ സുരേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ ലളിതമായ ജീവിതം നമുക്കറിയാവുന്നതാണ്. ഡൽഹിയിലൊക്കെ അദ്ദേഹം, അതായത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സഞ്ചരിച്ചിരുന്നത് വളരെ ചുരുക്കം വിലയുള്ള സാധാരണക്കാരൻ്റെ കാറായ വാഗണാർ കാറിലാണ് അദ്ദേഹം സഞ്ചരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ കാറും അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി കാർ ഉപയോഗിക്കുന്ന കാറുകളും തമ്മിലുള്ള വ്യത്യാസം തന്നെ ഒരു ഘടകമായിരുന്നു, പലപ്പോഴും പരാമർശിക്കപ്പെട്ട വിഷയങ്ങളായിരുന്നു. അത്തരത്തിലുള്ള നിരവധിയായ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പ്രവർത്തനം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി എങ്കിൽ കൂടി അത് സസ്റ്റെയിൻ ചെയ്യുന്നതിനുള്ളൊരു സംവിധാനം അവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് സ്വീകാര്യമായില്ല ഡൽഹി ജനതയ്ക്ക് എന്നതാണ് ഇപ്പോൾ എക്സിറ്റ് പോളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ആ ഭരണവിരുദ്ധ വികാരത്തെ
പൂർണ്ണമായും മുതലെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നേയില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി. അതിൻ്റെ രാഷ്ട്രീയമാണ് ഏറെ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടത്. ഒരു തരത്തിലും കോൺഗ്രസിനെ ആ ഭരണവിരുദ്ധ വികാരം, അതിശക്തമായ ഭരണവിരുദ്ധ വികാരത്തെ മുതലെടുക്കാൻ സാധിക്കുന്നില്ല. വളരെ ചെറിയൊരു വോട്ടുകൾ നേടി ജയിക്കേണ്ടി വരുന്നു. നമുക്കറിയാവുന്നതാണ്, കൃത്യമായി പലയിടങ്ങളിലും ശക്തമായ കോൺഗ്രസിൻ്റെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളുണ്ട്. അവിടങ്ങളിലെല്ലാം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ന്യൂനപക്ഷത്തിന് സ്വാധീനമുള്ള പ്രദേശങ്ങളുണ്ട്. അവിടങ്ങളിലൊക്കെ ചില ഇടങ്ങളിലൊക്കെ നമുക്ക് കണക്കുകൾ നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ വോട്ടിംഗ് ശതമാനം വന്നത് കോൺഗ്രസിന് ശക്തമായ ഭൂരിപക്ഷമുണ്ടായേക്കാവുന്ന പ്രദേശങ്ങളിലാണ്. അതായത് പാർട്ടിയോട് തന്നെ അവർക്കൊരു മടുപ്പുണ്ടായിരിക്കുന്നു. തെരഞ്ഞെടുപ്പിനോട് തന്നെ മടുപ്പുണ്ടായ കോൺഗ്രസ് അണികൾ അവിടെ ഉണ്ടായിരിക്കുന്നു. അവരെല്ലാം തന്നെ കുറേ പേരൊക്കെ ആം ആദ്മി പാർട്ടിയിലേക്കും സ്വാഭാവികമായും BJPയിലേക്കും ചേക്കേറിയെങ്കിൽ കൂടി നിരാശരായ ഒരു വലിയ ജനത അവിടെ ഉണ്ട് എന്നതും കൂടി ഒരു യാഥാർത്ഥ്യമാണ്. വോട്ടിംഗ് പേഴ്സൻ്റെ കൃത്യമായ കണക്കുകൾ വരുമ്പോൾ നമുക്കതിൻ്റെ കൃത്യമായൊരു ചിത്രവും കൂടി മനസ്സിലാക്കാൻ സാധിക്കും. എന്ത് തന്നെയായാലും കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ, അതീവ ഗുരുതരമായൊരവസ്ഥ, അതുതന്നെയാണ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ രണ്ടാമത്തെ പ്രധാന ഘടകം. സ്വാഭാവികമായും അരവിന്ദ് കെജ്രിവാൾ നയിക്കുന്ന പാർട്ടിയുടെ വീഴ്ച അത് ഏറെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം നമുക്കറിയാവുന്നതാണ്, ഈ 60-ലേറെ സീറ്റുകൾ 2 തവണയും നേടി അധികാരത്തിലെത്തുക. 3 സീറ്റ് മാത്രമാണ് ആദ്യം പ്രതിപക്ഷത്തിനുണ്ടായിരുന്നത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നിന്നും 8 സീറ്റുകളിലേക്ക് പ്രതിപക്ഷത്തിന് വളരാൻ മാത്രമാണ് കഴിഞ്ഞ തവണ രണ്ടാം കെജ്രിവാൾ സർക്കാരിൻ്റെ കാലത്ത് സാധ്യമായത്. ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ളൊരു സാന്നിധ്യം ഉറപ്പിച്ച് ജനങ്ങളിൽ അത്ര കണ്ട് സ്വാധീനം ഉറപ്പിക്കാൻ വന്ന ഈ രാഷ്ട്രീയ പാർട്ടി എന്തായിരുന്നു അവരുടെ ചിഹ്നം സമൂഹത്തിലെ ദുഷിപ്പുകളെല്ലാം തന്നെ അടിച്ചു പുറത്താക്കുക എന്ന ഉദ്ദേശത്തോടെ ചൂലായിരുന്നു അവരുടെ ചിഹ്നമെങ്കിൽ അതേ ചൂല് കൊണ്ട് ആം ആദ്മി പാർട്ടിയെ തിരിച്ചടിക്കുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ ഡൽഹി ജനതയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇനി ദിവസങ്ങൾ മാത്രമാണ്, ശനിയാഴ്ചയാണ് നമുക്ക് ഈ ഒരു ജനവിധി കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുക. അതിൻ്റെ ഒരു നേർചിത്രം തന്നെയാണ് ഈ ഒരു എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കാരണം സ്വാഭാവികമായും നിലവിൽ ആം ആദ്മി പാർട്ടി ഇവിടെ നിൽക്കുന്നു. BJP സർക്കാർ, കേന്ദ്ര സർക്കാരിൻ്റെ ആ ഒരു ജനക്ഷേമ പദ്ധതികൾ എത്രത്തോളം ജനങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു നഗ്ന യാഥാർത്ഥ്യം കൂടി നമുക്ക് മുന്നിലുണ്ട്. അതുകൂടി ചേർത്ത് വയ്ക്കുമ്പോൾ നേരത്തെ ഉല്ലാസ് ബാബു പറഞ്ഞതുപോലെ തന്നെ ആ ശനിയാഴ്ച ഇതേ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ വിലയിരുത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഇങ്ങനെ ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു യാഥാർത്ഥ്യം കൂടി, ഈ ആം ആദ്മി പാർട്ടിക്ക് പഞ്ചാബിലേക്കും ഗുജറാത്തിലേക്കും ഗോവയിലേക്കും വ്യാപിപ്പിക്കാൻ ആഗ്രഹിച്ച, പഞ്ചാബിൽ ഒരു പരിധിവരെ അതിന് സാധ്യമായ ആം ആദ്മി പാർട്ടിക്ക് ഒരു തിരിച്ചുവരവുണ്ടാകുമോ? അരവിന്ദ് കെജ്രിവാൾ മാറി അരുഷി വന്നിട്ടും രക്ഷയില്ല. ഇനി ആർക്കെങ്കിലും ആം ആദ്മി പാർട്ടി രക്ഷിക്കാൻ കഴിയുമോ? ആ ഒരു ചോദ്യം ഒന്നാമത് നിൽക്കുമ്പോൾ BJPക്ക് ആ ആത്മവിശ്വാസം നൽകുന്നത് എത്രത്തോളം വലുതുമാണ്? വലിയൊരു ചോദ്യമാണ്. ആം ആദ്മി പാർട്ടിക്ക് ഒരു തിരിച്ചുവരവ് സാധ്യമോ? അത് ആം ആദ്മി പാർട്ടി വന്ന വഴികൾ പരിശോധിച്ചാൽ മാത്രമേ ഈ തിരിച്ചുവരവിൻ്റെ സാധ്യതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കൂ. ഒരു വലിയൊരു സ്പേസ് ഉണ്ടായിരുന്നു, പൊളിറ്റിക്കൽ സ്പേസ് ഉണ്ടായിരുന്നു, അഴിമതി വിരുദ്ധ സ്പേസ്. ആ സ്പേസിലേക്ക് ഇറങ്ങി നിന്നത് ഒരു രാഷ്ട്രീയ കക്ഷിയല്ല. 2000ങ്ങളുടെ ആദ്യം, അതായത് 2008 മുതൽ ഒരു 10, 12, 13 വരെയുള്ള കാലത്ത് നടന്ന മൻമോഹൻ സിംഗിൻ്റെ 2ാം സർക്കാരിൻ്റെ സമയത്ത് നടന്ന വലിയ തോതിലുള്ള അഴിമതി, അതിനെതിരെ ജനം വല്ലാതെ ബുദ്ധിമുട്ടി നിന്നപ്പോഴാണ് രാഷ്ട്രീയ ഇതരമായ പ്രതികരണ ഘടനകൾ ഉണ്ടായത്. അങ്ങനെയാണ് ഇന്ത്യയിൽ ആദ്യമായി അസംഘടിതരായ ആളുകൾ ഒരു സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റ് എന്ന രീതിയിൽ വരികയും അവരെല്ലാം ഒന്നിപ്പിച്ച ഗാന്ധിയനായ അണ്ണാ ഹസാരെ ഡൽഹിയിലെ രാംലീല മൈതാനത്തെ ദിവസങ്ങളോളം സത്യാഗ്രഹം ഇരിക്കുകയും ഇന്ത്യയുടെ മുഴുവൻ മാധ്യമ ശ്രദ്ധ, ഒരുപക്ഷെ ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ ഡൽഹിയിലേക്ക് സ്വാംശീകരിക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് അവിടെ എടുത്തൊരു തീരുമാനമാണ്, ഈ അഴിമതി വിരുദ്ധത ഒരു സിവിൽ സൊസൈറ്റിയെ കൊണ്ട് പറയാമെന്നല്ലാതെ അത് നടപ്പാക്കിയെടുക്കണമെങ്കിൽ ഒരു വെഹിക്കിൾ വേണം. ആ ഒരു വെഹിക്കിൾ അത് നിലവിലുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ കക്ഷിക്കും സാധ്യമല്ല എന്ന ഒരു ബോധം പൊതുവെ ഉണ്ടായിരുന്നു. ആ ബോധം കൂടുതലുണ്ടായിരുന്നത് ഡൽഹിയിലെ ആളുകൾക്കാണ്. ആ ഒരു വികാരത്തിൻ്റെ തണലേറിയാണ് അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി ഉണ്ടാക്കിയത്. അത് ഇൻസ്റ്റൻറ്റ് സക്സസ്സായി. ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ പോലും അധികാരത്തിലെത്താൻ സാധിച്ച ആം ആദ്മി. അപ്പോൾ ആ കൗതുകം കുറേ കാലം നിന്നു. അതോടൊപ്പം തന്നെ ഫ്രീബി പൊളിറ്റിക്സും കൂടെ ചേർന്നപ്പോൾ പരാജയപ്പെടുത്താനാവാത്ത ഒരു ശക്തിയായി ആം ആദ്മി പാർട്ടിയും അതിൻ്റെ ഉന്നതനായ നേതാവ് അരവിന്ദ് കെജ്രിവാൾ ശ്രീ നരേന്ദ്രമോദിയെ പോലും വെല്ലുവിളിക്കത്തക്ക രീതിയിൽ
ഈ വാരാണസിയിൽ പോയി മോദിക്കെതിരെ മത്സരിക്കുന്നു, സാമാന്യം തരക്കേടില്ലാത്തൊരു പെർഫോമൻസ് അന്ന് കാഴ്ചവെക്കുന്നു. ഇതെല്ലാം തന്നെ ഒരു അതിമാനുഷ ഇമേജാണ് അരവിന്ദ് കെജ്രിവാളിന് നൽകിയത്. പക്ഷേ ആ ഇമേജിനോടൊപ്പം വളരാൻ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ പിന്തുണക്കാർക്കോ പാർട്ടിക്കോ കഴിഞ്ഞില്ല എന്നത് പ്രത്യേകമായി ഇപ്പോൾ അത് ചെമ്പ് തെളിയുന്ന കാഴ്ച കണ്ടു. ഈ ശീഷ് മഹലിൻ്റെ കാര്യം തന്നെ ആവർത്തിച്ച് നമ്മൾ പറഞ്ഞൊരു കാര്യം തന്നെയാണ് എങ്കിൽ പോലും അതിലൊരു മഹാസത്യമുണ്ട്. ഒരു വാഗണാർ കാറിൽ ശ്രീ ഐസൽ സൂചിപ്പിച്ചതുപോലെ ഒരു വാഗണാർ കാറിൽ ഓഫീസിൽ പോയി ഫയൽ നോക്കാൻ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്ന കേജ്രിവാൾ ഇപ്പോൾ സഞ്ചരിക്കുന്ന മുഖ്യമന്ത്രിയൊന്നുമല്ല, പക്ഷേ ഇപ്പോൾ സഞ്ചരിക്കുന്നത് ആർഭാട വാഹനത്തിലാണ്. അതുപോലെ മുഖ്യമന്ത്രിക്കായി ഒരുങ്ങുന്ന വസതി 19 കോടി രൂപ മുടക്കി ബോഡി പിടിപ്പിക്കുമ്പോൾ എന്താണ് എളിമ, പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. അപ്പോൾ പ്രബുദ്ധരായ ഡൽഹി ജനത ഇതെല്ലാം കാണുന്നു. എന്തെല്ലാം പുതുമകളാണോ 2013 ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്നത്, ആ പുതുമകളും ആ ഒരു നൈർമല്യവും നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് 2024-25 വർഷങ്ങളിൽ കാണുന്നത്. അതിനുള്ള സ്വാഭാവിക തിരിച്ചടി എന്നതിന് അതീതമായി മറ്റൊന്നും കാണേണ്ടതില്ല. ഏതെങ്കിലും കാരണവശാൽ ആം ആദ്മി പാർട്ടി പരാജയപ്പെടുകയാണെങ്കിൽ 8-ാം തീയതി വോട്ടെണ്ണുമ്പോൾ ആം ആദ്മി പാർട്ടി ഈ സൂചനകളനുസരിച്ച് പരാജയപ്പെടുകയാണെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം സ്വയം കൃതാനർത്ഥം എന്നതാണ്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നന്നായി ആ ഗൃഹപാഠം ചെയ്തു. കേന്ദ്ര ഗവൺമെൻറ് സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഇത് രണ്ടും ചേരുമ്പോൾ BJPയുടെ വിജയവും ആം ആദ്മി പാർട്ടിയുടെ പരാജയം സംഭവിച്ചു എന്ന് എക്സിറ്റ് പോൾ ഫലം ശരിയാണെങ്കിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. യെസ്, കേന്ദ്ര സർക്കാരിൻ്റെ ജനക്ഷേമ ഭരണത്തിന് നിറഞ്ഞ കയ്യടിയോ അഴിമതിയുടെ കുത്തൊഴുക്കിൽ ആപ്പിന് അടിതെറ്റുന്നുവോ, കോൺഗ്രസിന് ജീവശ്വാസമെങ്കിലും കിട്ടുമോ? ഈ ഒരു വിഷയത്തിലാണെന്ന് നമ്മൾ ചർച്ച ചെയ്തതെല്ലാം എല്ലാ അതിഥികൾക്കും, ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.